ഇതാണ് ഹാസ്. നമുക്കൊരു കാ കാണുമ്പോൾ അറിയാനും പുറമേ ഒരു പരുപരുപ്പ് ഉണ്ടാവും. എനിക്ക് പ്യൂർ ഗ്യാസാണ് 5 മരം ഉള്ളത്. നല്ലത് ബോൾ ടൈപ്പാണ്. ഏലം കഴിഞ്ഞാൽ ഒരു വരുമാനം കിട്ടുന്ന ഒരു കൃഷിയായി മാറുമെന്നാണ് എന്നെ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏലത്തിന് നല്ല മരം എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ റീപ്ലാന്റ് സമയത്തേ പറ്റത്തുള്ളൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ നമ്മുടെ ജെയിംസ് ചേട്ടനാണ്. ജെയിംസ് ചേട്ടൻ ഇവിടെ കുറേ അധികം വിളകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് മീൻ കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന, നമ്മുടെ ഈ നിൽക്കുന്ന ഏരിയയിൽ. അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാന ഏല കർഷകനാണ്. അതിനൊപ്പം തന്നെ അദ്ദേഹം ഹാസ് അവക്കാഡോ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളാണ് മെയിനായിട്ട് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ജെയിംസ് ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്താമല്ലോ പ്രേക്ഷകർക്ക്? ഞാൻ സേനാപതി പഞ്ചായത്തിൽ അരുളഞ്ചാലാണ് താമസിക്കുന്നത്. 2004 മത്സ്യകൃഷി തുടങ്ങുന്നത്. അതോടൊപ്പം ഈ ഫാമും ആരംഭിച്ചിരുന്നു, നമ്മുടെ പശു ഫാം. പശുഫാമിൽ നിന്ന് വാതുക്കൽ നിന്നാണ് ആദ്യത്തെ തുടക്കം. അതിന് ശേഷമാണ് അവക്കാഡോ കൃഷി ചെയ്യുന്നത്. ഏലം കൃഷി നേരത്തെ മുതലുണ്ട്, ഏലം കൃഷിയുണ്ട്. ഇപ്പം അതുകൂടാതെ നമ്മൾ ഈ മത്സ്യ കൃഷിക്ക് വേണ്ടി കുളം കുഴിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ബണ്ട് ബലപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ തെങ്ങ് വെച്ചു. അപ്പോൾ തെങ്ങും മീനും ഫാമും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതൊരു ഫാം ടൂറിസത്തിലേക്ക് കിടക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 3 കോട്ടേജ് ചെയ്തു. ആ 3 കോട്ടേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ അതിനൊരു റിസൾട്ട് ഉണ്ടായി. അതുകൊണ്ട് ആളുകൾ വരുന്നുണ്ട്, താല്പര്യപൂർവ്വം ആളുകൾ വന്ന് താമസിക്കുന്നുണ്ട്, അവരെ ഫ്രണ്ട്സിനെ വിടുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ അത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള അതിലേക്ക് ആവശ്യകത വന്നു. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ അവിടെ ഒരു 12 റൂമും കൂടി ചെയ്യുവാണ്. അപ്പോൾ അത് മെയിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പാകത്തിന് ഇപ്പോൾ അതിൻ്റെ പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഒരു മൊത്തത്തിൽ പറയുമ്പോൾ. പിന്നെ അവർക്ക് പച്ചക്കറി കൃഷിയുണ്ട്, വാഴയുണ്ട്, എല്ലാ വിളകളുണ്ട്, നമുക്ക് കപ്പളം, എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ മാനവലാസമൊക്കെ ആ ബെൽറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലകൃഷി ഏറ്റവും ഭംഗിയായിട്ടുണ്ടാകുന്ന ഈ ഒരു രാജാക്കാട്, ഈ രാജകുമാരി രാജകുമാരി, സേനാപതി, സേനാപതി, വൈസമാലി, ഉടുമ്പൻചോല, അങ്ങനെയുള്ള ശാന്തമാർ, അങ്ങനെയുള്ള പഞ്ചായത്തുകളെല്ലാം നല്ലതാണ്. ഇവിടുത്തെ ഏതാ നമ്മൾ ഏനം ചെയ്യുന്നത്? ഞങ്ങൾ തന്നെയാണ് നല്ലോണം ഉണ്ടാകുന്നത്. വേനല്ലേ വെയിൽ എങ്ങനെയുണ്ട് കമ്പാരിറ്റീവ്? ഈ വർഷം ചൂട് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന് നമുക്ക് ഇത്രയും സോഴ്സ് ഉണ്ടല്ലേ? വെള്ളത്തിന് സോഴ്സ് ഉണ്ട്. എനിക്ക് ഒരിക്കലും പറ്റിയിട്ടില്ല, ഈ വർഷവും പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും നമ്മുടെ മത്സ്യത്തിന് ആവശ്യമുള്ള വെള്ളവും ഈ കൃഷിക്ക് ഉള്ള ഫാമൊക്കെ ഓടുന്നതിനുള്ള വെള്ളം ധാരാളമായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, എന്തായാലും നമുക്ക് ഒത്തിരി ഇവിടെ നിന്ന് സംസാരിക്കാതെ നമുക്ക് ഈ ഫാമിലേക്ക് പോകാം. ഫാമിൻ്റെ കാഴ്ചകൾ കാണാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? തീർച്ചയായും. അപ്പോൾ നേരെ ഫാമിലേക്ക് പോകാം. മൂന്നാർ അടുത്തുള്ളതിനാലാവാം ഇടുക്കിയുടെ ടൂറിസം മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് സേനാപതി. മനോഹരമായ ഏലത്തോട്ടങ്ങളും പച്ചപ്പണിഞ്ഞ കുന്നുകളും കോടമഞ്ഞും തണുപ്പുമൊക്കെ ഈ സാധ്യതയുടെ ആഴവും വർദ്ധിപ്പിക്കുന്നു. മറ്റൊന്നുള്ളത് മലയോര ഹൈവേയുടെ അതിവേഗത്തിലുള്ള വികസനവുമാണ്. എന്തായാലും ഈ സാധ്യതകളൊക്കെ മുൻപിൽ കണ്ടാവാം ഇവിടെയുള്ള നല്ലൊരു ശതമാനം കർഷകരും കൃഷിക്കൊപ്പം തന്നെ പ്രാധാന്യം ഇപ്പോൾ ടൂറിസത്തിനും നൽകി തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിൽ വളരെ വേറിട്ട മാതൃകയിൽ ജെയിംസ് ചേട്ടൻ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ഫാം ലാൻഡാണ് ഈ കാണുന്നത്. നെൽകൃഷി നിന്നതോടെ ഉപയോഗശൂന്യമായി തുടങ്ങിയ ഒരു പ്രദേശമായിരുന്നു ഇത്. എന്നാൽ ഇവിടെ വലിയൊരു ബിസിനസ് സാധ്യതയുണ്ടെന്ന് ഈ കർഷകൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇവിടെ ആദ്യം 8-10 കുളങ്ങൾ സ്ഥാപിച്ച് മത്സ്യകൃഷി ആരംഭിച്ചു. പിന്നീട് അതിൻ്റെ തീരങ്ങളിലെല്ലാം തെങ്ങുകൂടി നട്ടുപിടിപ്പിച്ചതോടെ കൃഷിസ്ഥലത്തിൻ്റെ തലവര തന്നെ മാറി തുടങ്ങി. അതിനുശേഷമാണ് ടൂറിസം സാധ്യതയിലേക്ക് ജെയിംസ് ചേട്ടൻ കടക്കുന്നത്. കേരളത്തിൻ്റെ തനത് മാതൃകയിൽ ആദ്യമൊരു വില്ല പണിത് പരീക്ഷണം നടത്തി വിജയിച്ചതോടെ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ കുളത്തിന് നടുവിൽ മറ്റൊരു വില്ല പണി കഴിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. വരാന്തയിൽ നിന്ന് തന്നെ അതിഥികൾക്ക് ഫിഷിംഗ് നടത്തുവാനും മീനുകളെ കാണുവാനും അവയ്ക്ക് തീറ്റ നൽകുവാനും ഒക്കെ സാധിക്കുന്ന തരത്തിലൊരു വില്ല. ഇവയൊക്കെയാണ് ജെയിംസ് ചേട്ടൻ്റെ ഭാവിയിലെ ബിസിനസ് പദ്ധതികൾ. എന്നാൽ നമ്മൾ കാണാനും പരിചയപ്പെടുവാനും ഒക്കെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കൃഷിവിളകളെയാണ്. 8-10 പശുക്കളും മൂരികളും ഒക്കെയുള്ള ചെറിയൊരു ഫാമിൽ നിന്ന് തുടങ്ങാം. ഇദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു, ഇവയാണ് ഈ സ്ഥലത്തിൻ്റെ ഐശ്വര്യമെന്ന്. ഇവിടെ ഉണ്ടാകുന്ന ഒരു കിടാരികളെയും വിൽക്കാറില്ല, എല്ലാം ഇവിടെ ഈ പശുത്തൊഴുത്തിൽ തന്നെ വളരുന്നു. പിന്നെയുള്ളത് അലങ്കാര കോഴികളുടെ ഒരു ചെറിയ കളക്ഷനാണ്. അതിനൊപ്പം തന്നെ കുട്ടനാടൻ താറാവുകൾ. കൃഷിയിടത്തിലേക്ക് കടന്നാൽ ആദ്യം പരിചയപ്പെടേണ്ടത് അവക്കാഡോ മരങ്ങളും. ഇത് 5 വർഷമായ ഹാസ് അവക്കാഡോയാണ്. ഹാസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതാണ് ഹാസ്. നമുക്കൊരു കാ കാണുമ്പോൾ അറിയാനും പുറമേ ഒരു പരുപരുപ്പ് ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് ഇതിപ്പം
വിളവെടുക്കാറായ ഇതാണ് തീർന്നു വരുന്നതാണ്. ഈ സ്റ്റേജിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ തന്നെ അടുത്ത പൂക്കൾ ഇത് ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാ വിരിഞ്ഞ് വരുന്ന ഇത് അടുത്ത കായാണ്, അടുത്ത സെക്ഷൻ കായാണിത്. അതുപോലെ തന്നെ അങ്ങനെ ഇതിപ്പോൾ മൊത്തം എനിക്ക് ഇത് ആദ്യം വെച്ച ഒരു 5 മരമാണ് ആദ്യം ആദ്യത്തേത്. അത് കഴിഞ്ഞ് ഇപ്പോൾ 270 മരം ഞാനൊരു 8 ഏക്കറിലായിട്ട് ഏലത്തിന് തണൽമരമായിട്ട് ചെയ്യുന്നുണ്ട്. റീപ്ലാന്റ് ചെയ്യുന്ന സമയത്തേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം നമുക്കൊരു പൂച്ചെടി വെക്കാൻ പോലും ഇടുക്കിയിൽ നമുക്ക് സ്ഥലമില്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. കാരണം മൊത്തം ഏലകൃഷിയാണ്. ഏലകൃഷി നമുക്ക് വിജയിക്കത്തുള്ളൂ. അപ്പോൾ അത് ഏലത്തിന് നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഷെയ്ഡ് ക്രമീകരിക്കുമ്പോൾ നമുക്കതിന് തണൽ മരമായിട്ട് നമുക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ വെച്ച് ഒരു 8 ഏക്കർ സ്ഥലത്ത് 270 മരം നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ അവക്കാഡോ നമ്മൾ ചെയ്തിട്ട്? അവക്കാഡോ ചെയ്തിട്ട് ഇതിപ്പോൾ നമുക്കൊരു വീട്ടാവശ്യത്തിന് എന്നുള്ള നിലയിലാണ് ആദ്യമേ ആരംഭിച്ചെങ്കിലും ഇതിന് ഡിമാൻഡുണ്ട്. കാരണം നമുക്കിത് ഒരേ സമയത്ത് പൂക്കുകയും ഒരേ സമയത്ത് തന്നെ ഏകദേശം ഒരു 10-15 ദിവസം 20 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് നടത്താവുന്നതാണ്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് വരത്തില്ല. നമ്മളിപ്പോൾ ഫ്രണ്ട്സിന് കൊടുക്കുന്നുണ്ട്, ചില ഹോട്ടലുകളിൽ, 3 ഹോട്ടലുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വെച്ച് നമുക്ക് കഴിക്കാം, വെണ്ണ കഴിക്കുന്ന പോലെ കഴിക്കാം. അതോടുകൂടി ഓംപ്ലേറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം, നമുക്ക് ഷെയ്ക്ക് അടിച്ച് കഴിക്കാം. പിന്നെ ഇതിന് ഓയിലൊക്കെ എടുക്കാം. വ്യാപകമായി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിലൊക്കെ എടുക്കുന്നുണ്ട്. ഹാസിനാണ് ഓയിൽ കണ്ടൻറ്റ് കൂടുതലുണ്ട്. ഹാസിൽ നമ്മൾ നിൽക്കുന്ന മരമാണ് പെറു. നമ്മൾ ഈ മരത്തിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മരം അത് പെറു ബ്രീഡാണ്. അതിന് ഓയിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. എനിക്ക് പ്യൂർ ഗ്യാസാണ് 5 മരം ഉള്ളത്. അപ്പം പിന്നീട് നമ്മൾ ചെയ്തിട്ടുള്ളത് 270 വ്യാപകമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാസ് തന്നെയാണ്. പ്യൂർ ഗ്യാസ് പ്യൂർ ഗ്യാസ് നമുക്ക് ഇതിപ്പം ഒരു ഫ്രൂട്ട് നമുക്ക് എടുക്കുമ്പോൾ അറിയാം. അതിന് നമുക്ക് ഒരു പരുവരുപ്പ്, അതായത് ഇങ്ങനെ മൊത്തം ഒരു പരുവരുത്ത പ്രതലമായിരിക്കും ഈ ഗ്യാസിന് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഡയറക്റ്റായിട്ടുള്ള നമുക്ക് പ്രഥമ ദൃഷ്ടിയെ കാണാവുന്നത്. ഈ ഷേപ്പ് വരുമ്പോഴോ? ഷേപ്പ് 2 ടൈപ്പ് ഉണ്ട്. ബോൾ ടൈപ്പും ഉണ്ട്, മറ്റേ ബൾബ് ടൈപ്പും ഉണ്ട്. ഇത് ബൾബ് ടൈപ്പ് മരമാണ്. നല്ലത് ബോൾ ടൈപ്പാണ്. അതിൻ്റെ പ്രത്യേകത എന്തോ? അതിനാണ് കൂടുതൽ ഓയിൽ കണ്ടന്റ് ഉള്ളത്. അതിന് വില കൂടുതലുണ്ട്. ഇത് രണ്ടും ഹാസെല്ലാം നമുക്ക് ഓയിൽ കണ്ടന്റ് കൂടും തോറും നമുക്ക് സെൽഫ് ലൈഫ് കൂടും. നമുക്ക് ഒരു 10-30 ദിവസത്തേക്കൊക്കെ നമുക്ക് പറിച്ചു വെച്ചാൽ നമുക്ക് കേടാകാതെ ഇരിക്കും. മാർക്കറ്റ് നമുക്ക് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ചെയ്യാം? ഇതിപ്പം വ്യാപകമായിട്ട് മാളുകളിൽ കൂടെ എല്ലാം മാർക്കറ്റുണ്ട്. നമുക്ക് ഏത് പച്ചക്കറി കടയിൽ നമ്മൾ പോയി നോക്കിയാലും ഇതിന് മാർക്കറ്റാണ്. ലോകം മുഴുവൻ മാർക്കറ്റാണ്. നമുക്കിതിൻ്റെ ഒരു കൃഷി എങ്ങനെയാണെന്ന് പറയാം. കൃഷി നമുക്ക് ഇതിപ്പോൾ തണലില്ലാത്ത നമുക്ക് ഷെയ്ഡില്ലാത്തടത്തേ ഇത് വളരത്തുള്ളൂ. മരം വളരും, പക്ഷേ കായ്ക്കണമെങ്കിൽ നമുക്കിതിന് ഷെയ്ഡില്ലാതെ നിൽക്കണം. വെള്ളം വേണം. വെള്ളം കൊടുക്കണം. വളം എന്തൊക്കെ ചെയ്യണ്ടേ? വളം ഇതിൻ്റെ നമുക്ക് ജൈവവളം മാത്രം മതി. വേറെ രാസവളം ഒരു രാസവളവും നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഈൽഡ് ടൈം എപ്പോഴാണ്? ഇത് ഈൽഡ് ടൈം എന്ന് പറയുന്നത് ശരിക്കും തുടങ്ങുന്നത് ഒരു മെയ് മാസത്തിലാണ്. ഈ ഫ്രൂട്ട്സ് എല്ലാം ഇനി മെയ്യിൽ തീരും. മെയ് വന്നു കഴിഞ്ഞാൽ മെയ്യിൽ ഇത് പൂക്കും. 4 മാസം കഴിയുമ്പോൾ അടുത്ത ഇത് വിളവെടുക്കാറാവും. ആ സമയം തന്നെ പൂക്കും. അങ്ങനെ തുടർച്ചയായിട്ട് എപ്പോഴും വിളവുണ്ട്. അത് നമുക്ക് കാണാമല്ലോ. ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് ഇത് തന്നെ. ഇപ്പം ഇത് പറിച്ച് പാകമാകാറായതാണ്. ഉടനെ അടുത്തത് പൂത്ത് വരുന്നു. ഇത് പൂത്ത് കാ പിടിച്ചു വരുന്നു. ഇതിൻ്റെ ഒരു സ്റ്റേജ് മുമ്പ് കാ പിടിച്ചതാണ്. ഇതിൻ്റെ കാണാമോ? ഇതൊരു സ്റ്റേജ് മുമ്പ് പിടിച്ചതാണ്. ഇതിപ്പോൾ ഒരു 10-15 ദിവസമായി കാണും. ഇതിപ്പം ഇത് പിടിച്ചു വരുന്നു. ഇത് അടുത്ത ദിവസങ്ങളിൽ പൂത്ത് പിടിച്ചു വരുന്നത്. ഇതൊക്കെ നല്ല ഇതൊക്കെ എല്ലാം പിടിച്ചു വരുന്നതാണ്. ഇതിൻ്റെ ക്ലൈമറ്റ് എങ്ങനെയാണ് കായ്ക്കാൻ കൂടുതൽ? നമുക്ക് ഇടുക്കിയിലെ ക്ലൈമറ്റാണ് നല്ലത്. തണുപ്പാണ്. ഇടുക്കിയിലത് നല്ലത്. ഇത് ശരിക്കും നന്നായി ശരിക്കും ഏലം കഴിഞ്ഞാൽ ഒരു വരുമാനം കിട്ടുന്ന ഒരു കൃഷിയായി മാറുമെന്നാണ് എന്നെ വിചാരിക്കുന്നത്. നമുക്ക് ഏലത്തിന് തണലായിട്ട് വെക്കുകയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഏലത്തിന് തണലെന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ റീപ്ലാന്റ് സമയത്തേ പറ്റത്തുള്ളൂ. റീപ്ലാന്റ് സമയമാകുമ്പം ഇത് നമ്മൾ ഷെയ്ഡ് അങ്ങോട്ട് ക്രമീകരിക്കണം. അപ്പോൾ ഷെയ്ഡ് ക്രമീകരിച്ച് നമുക്ക് വലിയ മരത്തിൻ്റെ ചുവട്ടിലല്ലാതെ ചെറിയ മരങ്ങൾക്ക് അതിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ വെച്ചുവിടുക. അത് വെച്ചുവിട്ട് ഇത് വളർന്നതനുസരിച്ച് മറ്റ് മരങ്ങൾ നമുക്ക് ഷെയ്ഡ് ക്രമീകരിച്ച് ഇത് നന്നായി വളരാൻ അനുവദിക്കുക. അവക്കാട് വളരാൻ അനുവദിക്കാൻ മതി. അങ്ങനെ നമുക്ക് ചെയ്ത് വേണേൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് കാണാം. നമ്മുടെ ഏലകൃഷിക്കിടയിലുള്ള അവക്കാഡോ കൃഷിയാണ് നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത്. എത്ര മരങ്ങളുണ്ട് ജെയിംസേട്ടാ?
ഇതിനകത്ത് ഒരു 270 മരമുണ്ട്. 270 മരങ്ങൾ ഈ ഏലത്തിന് ഒപ്പം തന്നെ വെച്ചിട്ട് ഈ നിൽക്കുന്ന ഒരു മരമാണ്. ഇപ്പോൾ ഇത് ഏലത്തിനിടയിലായതുകൊണ്ട് ഷൂട്ടിങ് വരെ പാടാണ്. ഇതിനെ കാണിച്ചെടുക്കുക എന്ന് പറയുന്നത് അല്ലേ ജെയിംസേട്ടാ? ഏലം കയറി ഇങ്ങനെ പിടിച്ചാൽ മുകളിലേക്കാണ്. നമുക്കത് കാണിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം പറഞ്ഞിട്ടാണ് കാണിക്കാം. ജെയിംസേട്ടാ, ഇത് എത്ര വർഷമായതോ ഈ അവക്കാടോ? ഇത് 3-ാം വർഷമാണ്. 3-ാം വർഷം. ഈ ഏലം റീപ്ലാന്റ് ചെയ്യുന്ന സമയത്തിൽ ഒപ്പം തയ്യും വെച്ചു, ഒപ്പം നമുക്ക് അവക്കാടയുടെ തയ്യും വെച്ചു. അപ്പോൾ ഇത് നേരെ ആദ്യമേ ഇത് കയറി പോകുന്നത് നല്ല വളർച്ചയിൽ പോകും. ഇതിനിടയ്ക്ക് ശോഷിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ഏലം നമ്മളിങ്ങനെ ഒതുക്കി കെട്ടി കൊടുത്ത് അവനെ വളർത്താൻ അനുവദിച്ചാൽ അവനൊപ്പം കയറി പോകും. അപ്പോൾ ഈ സൂര്യപ്രകാശം നല്ലോണം വേണം. ഉറപ്പായിട്ടും വേണം, നല്ലതായിട്ട് വേണം. അല്ലെങ്കിൽ അവക്കാട കയറത്തില്ല. അവക്കാട കയറത്തില്ല. അപ്പോൾ ഇത് എത്ര വർഷം കായ്ച്ചു തുടങ്ങും? ഇതൊരു എനിക്ക് വെച്ചാൽ അടുത്ത വർഷം കായ്ക്കേണ്ടതാണ്. പക്ഷെ നല്ല വെയിലില്ലാത്തതുകൊണ്ടാണ്, അല്ല മറ്റേ ഷെയ്ഡ് ഇങ്ങനെ മാറി മരത്തിൻ്റെ ഷെയ്ഡ് വരുന്നതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ പൂക്കണ്ടതാണ്. ഈ വർഷം പൂത്തിട്ടില്ല. അടുത്ത വർഷത്തേക്ക് എന്തായാലും പൂക്കും. അപ്പം നമുക്ക് ഈ ഏലത്തിന് കൊടുക്കുന്ന വളമെല്ലാം മതി, വേറെ സെപ്പറേറ്റ് വളം ചെയ്യണം? സെപ്പറേറ്റ് വളം ചെയ്യണ്ട. ഏലത്തിന് കൊടുക്കുന്ന മുഴുവൻ വളവും ചെയ്യണ്ട. നമുക്ക് ഇതിനകത്ത് ജൈവവളം മാത്രം കൊടുത്താൽ മതി. അല്ല അത് ഓട്ടോമാറ്റിക്കലി വലിച്ചോളും അല്ലേ? അതിന് വേണ്ടിയിട്ട് വേറെ വളമൊന്നും ചെയ്യണ്ട. ഇതെല്ലാം അത് അതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് പൊക്കോളും. ചീര നനയുന്നു. വാഴ നനയ്ക്കുന്നതിനൊപ്പം ചീര കൂടെ നനഞ്ഞു പറഞ്ഞത്. ഇതൊരു ഇടവേള കൃഷിയായിട്ട് നല്ല ലാഭമല്ലേ? ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു മുറ്റത്ത് ഒരു പൂച്ചെടി വെക്കാൻ പോലും സ്ഥലമില്ലാത്ത പോലെ ഏലമായി. അപ്പോൾ പിന്നെ അവക്കാട എവിടെ വെക്കാം? ഞാൻ കുരുമുളക് കൃഷി കഴിഞ്ഞ് ലാഭമാണ് അത്. ഏലത്തിനിടയിൽ കുരുമുളക് ചെയ്യുന്നതിന് കഴിഞ്ഞു. രണ്ടും രണ്ടാ. കുരുമുളക് ചെയ്യുന്നതും അതൊരു വരുമാനം, ഇതൊരു വരുമാനം. ഉറപ്പായിട്ടും ശരിക്കും റീപ്ലാന്റ് ചെയ്യുന്നതിന് തലേ വർഷം മരത്തെ കൂടെ അതിൻ്റെ ചുവട്ടിൽ കൊടിയിട്ട് വെക്കുക. അപ്പോൾ കൊടിയിട്ട് വെക്കുക. അപ്പോൾ ചെറുതായിട്ട് മുളച്ച് നിൽക്കും. അത് കഴിഞ്ഞ് ഈ റീപ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ നിലവിലുള്ള ഏലം വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഈ കൊടി ആദ്യമേ കയറി വരും. കൊടിയും ഇതുപോലെയാണ്, ആദ്യം മേളിൽ കയറി പോകണം. പക്ഷേ കൊടി അത് കയറി കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ലാഭമാണ്. അതേപോലെ തന്നെ ഈ അവക്കാട ഇത് തണൽമരമാവുകയും ചെയ്യും, നമുക്കൊരു വരുമാനം കിട്ടുകയും ചെയ്യും. ജെയിംസ്, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഏലകൃഷി ചെയ്യുന്നതിന് മുമ്പേ ഏലത്തിന് പെട്ടെന്ന് തണൽ വേണം. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആവണക്ക് ചെയ്യാറുണ്ട്, കരണ ചെയ്യാറുണ്ട്, പിന്നെ ചോരക്കാലി എന്ന് പറഞ്ഞ മരങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് ഇതിനെ ആശ്രയിക്കാൻ പറ്റുമോ അവക്കാടയെ? അവക്കാടയുടെ നമുക്ക് ചോരക്കാലിയുടെ ഏകദേശം ഒപ്പം തന്നെ കയറും. അപ്പോൾ അത്രയും വളർച്ചയുണ്ട്, പെട്ടെന്ന് വളർച്ചയുണ്ട്. കാരണം ഇതിപ്പോൾ നമുക്ക് കാണാമല്ലോ, ഇപ്പോൾ ഇന്ന് ഏലത്തിൻ്റെ അതിനേക്കാളും നല്ല ഒരു അത്രയും കൂടെ തന്നെ ഹൈറ്റ് ആയല്ലോ. അപ്പോൾ ഇതിലും ഹൈറ്റുള്ള മരങ്ങളുണ്ട്. പെട്ടെന്ന് തന്നെ കയറിപ്പോക്കോളും. നമ്മൾ ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യുകയും കൂടെ ചെയ്താൽ നന്നായി കയറിപ്പോകും. അപ്പോൾ മറ്റു വാഴമരങ്ങൾ വെച്ച് വെറുതെ സമയം കളയണ്ട. ഇതിന് നല്ല പരിപാടി. ഇത് നല്ല ബലമുള്ള കമ്പാണോ? അതിൻ്റെ കാറ്റടിച്ചെ പറ്റി പരീക്ഷിക്കണം ഇനി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ കാറ്റും കാര്യങ്ങളൊക്കെ നിലവിലിപ്പം അത്രയ്ക്ക് ഒരു ബലമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും കരുണയുടെയൊക്കെ ബലമുണ്ട്. കരുണയൊക്കെ ബലമുണ്ട്. കരുണയാണല്ലോ നമ്മുടെ ഏലക്കാടുകളിൽ കരുണയൊക്കെ ബലമുണ്ട്. നമുക്ക് പാടുവാരം എല്ലാം കളഞ്ഞിട്ട് ഇവനെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റുമോ? ഉറപ്പായിട്ടും കയറ്റിക്കൊണ്ട് വരാൻ പറ്റുമോ? പറ്റണമല്ലോ. അപ്പോൾ അതൊരു ലാഭമായിട്ട് അത് പറ്റിയെന്നുള്ളതിൻ്റെ കാര്യമാണ്. കാരണം നമുക്കറിയാം 1, 2, 3 ഇത് ഒരു 3 ഏലത്തിന് അകലത്തിലാണ് നിൽക്കുന്നത്. ഇതുപോലെ അങ്ങോട്ടേക്ക് നോക്കിയാൽ അതും ഏലത്തിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ ചെടി എന്ന് പറയുമ്പോൾ ഒരു 4 അടിക്ക് അപ്പുറത്ത് വീണ്ടും മരമുണ്ട്. അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അകലം എത്ര വേണം നമുക്ക്? അകലം നമുക്ക് ശരിക്കും ഇതൊരു 20 അടി അകലത്തിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് അന്നേരം ഈ അകലം നോക്കിക്കൊണ്ടിരുന്ന അവിടെ ഒരു വലിയ മരമായിരിക്കും. ആ മരത്തിൻ്റെ ചോട്ടി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. അങ്ങനെ വേണ്ട. ഇത് വേറെ ഒന്നും വിചാരിക്കണമെന്നേ. ഒരു തണൽ മരം വെക്കുന്നു, അത് വെച്ച് കഴിയുമ്പോൾ ഇത് വരും കാലങ്ങളിൽ ഇതൊരു വരുമാനമായി മാറും. ഉറപ്പായിട്ടും വരുമാനമാണ്. നമുക്ക് ഇതുപോലെ ഇതിനെ കൊടി കയറ്റി വിടാൻ പറ്റും? ഇതല്ലേ ചെയ്തിട്ടില്ല. ഇല്ല, പരീക്ഷിച്ചിട്ടില്ല. അതിനുള്ള ഗ്യാപ്പ് കിട്ടുമോ? ഇനി അടുത്ത റീപ്ലാന്റിൽ വിചാരിച്ചാൽ മതി. കാരണം ഇനി ഇതിൻ്റെ ചോട്ടി കൊടിയിട്ടൊക്കെ കയറത്തില്ല. അവക്കാഡോ കൃഷിയെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് അറിയാൻ പോകുന്നതെങ്കിലും ഇവിടെ കാണേണ്ട ചില കാഴ്ചകളുണ്ട്. ഒന്നെന്നുള്ളത് ഏതാണ്ട് 18 കുളങ്ങളിൽ ഇവിടെ മത്സ്യകൃഷിയുണ്ട്. അത് ഈ കാണുന്ന കുളങ്ങളെല്ലാം അടിപൊളിയായിട്ട്, അത് നല്ല ഭംഗിയാണത് കാണാൻ തന്നെ. വലിയ കുളങ്ങളാണ്. അവിടെ പല ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളുണ്ട്. അതിനിടയിൽ വന്നിരുന്ന് ചൂണ്ടയൊക്കെ ഇട്ട് ഇങ്ങനെ ഇടയ്ക്ക് മത്സ്യങ്ങളെ പിടിക്കാം. പിന്നെ അതിൻ്റെ എല്ലാം കരയിൽ ഇതുപോലുള്ള തെങ്ങുകൾ വെച്ച് വിട്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്ത ഫീലാണ് നമ്മൾ ഈ തെങ്ങ് തോപ്പിനിടയിലൂടെ, ഈ വെള്ളത്തിനിടയിലൂടെ ഉള്ള ഈ നടപ്പെന്നുള്ളത്. പിന്നെ വളരെ ഭംഗിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത കണ്ടിട്ട് ഇവിടെ ഒരു ഫാം ടൂറിസത്തിന് വലിയ സാധ്യതയും ഒരു എന്താ പറയുക, മൂന്നാറിൻ്റെ നിയറസ്റ്റാണ്. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ജെയിംസ് ചേട്ടൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിച്ച് ഈ ഒരു ഏരിയയിൽ നമ്മൾ കാണുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ച് സ്ഥലങ്ങളിൽ ഹോം സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതും ഒരു വാട്ടർ ഫ്രണ്ടേജിൽ ഹോം സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഈ കുളങ്ങൾക്ക് നടുവിൽ ഒരു റൂമൊക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് പാലമൊക്കെ ഇട്ട് അങ്ങോട്ടേക്ക് കടന്നു പോകാനുള്ള സംവിധാനം, അതൊക്കെ വളരെ ഭംഗിയിൽ പണി തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പശുക്കളുടെ ഒരു ഫാമുണ്ട്, ആട് ഫാമുണ്ട്. യോവനെ, ഞാൻ ആദ്യമായി മത്സ്യകൃഷി ചെയ്യുന്നത് ഈ കുളത്തിലാണ്. ഇത് 1, 2, 3 കുളത്തിലായിട്ടാണ് ആദ്യം മത്സ്യകൃഷി തുടങ്ങുന്നത്. 14
അപ്പോൾ 14-15 ആ മത്സ്യകൃഷി തുടങ്ങി. ആ വർഷം തന്നെ എനിക്ക് നമ്മുടെ ജില്ലയിലെ ശുദ്ധജല മത്സ്യകൃഷിയിൽ ജില്ലാതല അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു പ്രയോജനമായിരുന്നു. പിന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ലൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞാനൊരു 18 കുളമാക്കി ഇവിടെ കൃഷി വ്യാപിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് ചിത്രലട ആണ് നമുക്കൊരു മെയിനായിട്ടുള്ള ഒരു ഇനവും ചിത്രലടയാണ്. പിന്നെ ഈ കുളത്തിലിപ്പോൾ ഒരു 10,000 വരാൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിളവെടുപ്പിന് സമയമായിരിക്കുന്നതാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ വിളവെടുപ്പ് സമയം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1.5 കിലോ ഒക്കെ ആവറേജ് വലുപ്പമായിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർപ്പേറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. രോഹു, കട്ട്ള, മൃഗാൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗൗരയുണ്ട്, നമുക്ക് കളക്ഷനുണ്ട്. ഇപ്പോൾ നമുക്ക് പുതിയൊരു സ്കീം അതിൽ നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയൊരു സ്കീമിൽ തന്നെ ഇത് ചെയ്യുന്നുണ്ട്. നമ്മുടെ കരിമീൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ടുണ്ട്. പിന്നെ നൈനോട്ടിക്ക, ഗിഫ്റ്റ് തിലാപ്പിയ ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. മൊത്തം എത്ര കുളങ്ങളാണ്? 18 കുളങ്ങളായിട്ടാണ്. 18 കുളങ്ങൾ. ജെയിംസേട്ടൻ്റെ മറ്റൊരു ഐഡിയ ആണ് നമ്മൾ ഈ പുറകെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ കേരള സ്റ്റൈൽ, വളരെ ട്രഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാം സ്റ്റേ ആണത്. ഇവിടെ എനിക്ക് വന്ന കുറച്ച് റൂമുകളുണ്ട്. ഞാനിവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് പറയുന്നത് 134 തെങ്ങ്. ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ കുളക്കരയിൽ നമ്മുടെ ഈ 18 കുളമായിട്ടാണ് നമ്മൾ മത്സ്യകൃഷി ആരംഭിച്ചിട്ടുള്ളത്. അതിൽ 134 തെങ്ങ് നമ്മുടെ കുളക്കരയിലുണ്ട്. ഒരു തികച്ചും ഒരു കേരള ട്രഡീഷണലായിട്ടുള്ള ഒരു മരം ഉപയോഗിച്ചുള്ള ഒരു ബിൽഡിങ്ങാണ് ഇത്. ഇതിനകത്ത് ഇപ്പോൾ എന്ന് പറയുന്നത് 3 റൂം, കിച്ചണ്, അതിനുള്ള ഫെസിലിറ്റിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങനത്തെ ഇവിടെ തുടങ്ങാൻ കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നത് ഒന്ന് കുമരകവും അകത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുക. മൂന്നാറിൽ നമ്മുടെ തണുപ്പും നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ ആസ്വദിക്കാനൊക്കെ ആയിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ. അപ്പോൾ അത് രണ്ടും ഒരു സ്ഥലത്ത് ഒരുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമുക്കുള്ളത്. ഇത് നമ്മളിവിടെ നമ്മൾ ഏറ്റവും ആദ്യമേ ആരംഭിച്ചത് ഒരു മത്സ്യകൃഷിയാണ്. അതിൻ്റെ ഒരു ഓർമ്മ പിന്നെ അത് നിലനിർത്തണമല്ലോ. അതാണ് ഇതിൽ നിന്നാണ് നമ്മൾ 18 മത്സ്യക്കുളം ഉണ്ടാക്കി. ഇതോ ഇത് ശരിക്കും ഫോർട്ട് കൊച്ചിയിൽ പുരാതനമായി കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ വാങ്ങിച്ചതാ. ഫോർട്ട് കൊച്ചിയിൽ ഞാൻ തപ്പി നടന്ന് വാങ്ങിച്ചതാ. നമ്മൾ ഈ മുറിക്കകത്തേക്ക് കയറുമ്പോൾ ഈ കാണുന്ന പോലെ എന്താ പറയുക, മൊത്തം ഒരു വുഡൻ ഫിനിഷിംഗ് ഉണ്ട്. നമ്മൾ ആ പുറമേന്ന് കാണുന്ന ഒരു പഴമയുടെ സുഖം ഈ റൂമിനകത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മച്ചൊക്കെ കണ്ടോ, പഴയ കാല നമ്മുടെ പഴയ ഓടിട്ട വീടുകളുടെ മച്ച് പോലെ തന്നെ അറയും നിരയും ഒന്നുമില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫർണിഷിങ് എല്ലാം അത്തരത്തിൽ തന്നെ വുഡൻ സ്റ്റൈല് ജെയിംസേനെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ കളർ കോമ്പിനേഷനുണ്ട്. അതുപോലെ നമ്മൾ ടൈല് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് കണ്ടോ, ടൈലിനും ആ ഒരു കളർ കോമ്പിനേഷനുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൈവറ്റ് ഏരിയ ആകും. ഇനി ഇത് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇവിടവുമായിട്ടൊരു കണക്ഷൻ വരും. അങ്ങനത്തെ ഒരു ഐഡിയയിലാണ് ഈ ഒരു പ്രദേശം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് ബെഡ്റൂമിൻ്റെ ഒരു ഐഡിയ എന്നുള്ളത്. 2 ബെഡാണ് ഇതിനകത്ത്. അത് തന്നെ നല്ല സ്പേസ് ഉണ്ട്. അതിൻ്റെ മച്ച് ഈ ഒരു ഫീലുണ്ട്. നല്ല തണുപ്പുണ്ട് ഈ റൂമിനകത്ത്. കണ്ടോ, എല്ലാം കൊണ്ടും അടിപൊളി.